ഇന്ത്യൻ പൗരന്മാർക്ക് വിസ അനുവദിക്കുന്നതിനെ ചൊല്ലി വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ നിബന്ധന ഘടിപ്പിക്കുമ്പോഴും വിസ നൽകില്ല എന്ന് പറയുമ്പോഴും ഒക്കെ അതിന് കൃത്യമായ മറുപടിയുമായി ഇന്ത്യ രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കഴിവുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികളാണ്. അത് വേണ്ട എന്ന് വെച്ചാൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, ഞങ്ങൾക്കല്ല. മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സഹതാപം ഞങ്ങൾക്ക് ആവശ്യവുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടെ നയങ്ങളാണ്. അതിന് മറ്റു രാജ്യങ്ങളെ പഴിചാരിയിട്ടോ കുടിയേറ്റത്തെ പഴിചാരിയിട്ടോ കാര്യങ്ങളില്ല. നിങ്ങളുടെ നയവൈകല്യങ്ങൾ മറ്റു രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. ഏതൊരു ഇന്ത്യൻ പൗരനും ഏത് രാജ്യത്തും ഒരു ബുദ്ധിമുട്ട് നേരിട്ടാൽ അവിടെ ഇന്ത്യ സഹായിക്കാറുണ്ട്, ഇനിയും സഹായിക്കുക തന്നെ ചെയ്യും. സംഘർഷങ്ങളും യുദ്ധങ്ങളും നടക്കുമ്പോൾ നിഷ്പക്ഷത പാലിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു പക്ഷമുണ്ടാകും. ആ പക്ഷത്ത് നിലയുറപ്പിച്ച് തന്നെയാണ് ഇക്കാലം അത്ര നിന്നത്. ഇനി അങ്ങനെ തന്നെ മുൻപോട്ട് പോകുമെന്ന് കൂടി കൃത്യമായി തന്നെ ഒരു മറുപടിയാണ് ഇപ്പോൾ ഈ എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. അതായത് നിങ്ങളുടെ രാജ്യത്ത് തൊഴിൽ പ്രശ്നങ്ങളും മറ്റോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നങ്ങളാണ്, നിങ്ങളുടെ നയങ്ങളുടെ വൈകല്യം കൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. അതിന് മറ്റു രാജ്യങ്ങളുടെ തൊഴിലാളികളെ മെക്കിട്ട് കയറിയിട്ട് കാര്യമില്ല എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയാണ്, വളരെ ശരിയാണ്. കാരണം ഈ അമേരിക്കയിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുമൊക്കെ നമുക്ക് വിസ തന്ന് ഇവിടുത്തെ തൊഴിലാളികളെ കൊണ്ടുപോകുന്നത് നമ്മളെ സഹായിക്കാനല്ല. കാരണം ഇവിടുത്തെ ഏറ്റവും കഴിവുള്ളവരെ, ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ അവരുടെ കഴിവ് നോക്കി അംഗീകരിച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അത് വേണ്ട എന്ന് വെച്ചാൽ അവർക്ക് തന്നെയാണ് നഷ്ടമല്ലാതെ നമുക്കല്ല എന്നാണ് അദ്ദേഹം എടുത്ത് പറഞ്ഞത്. കാരണം ഈ തൊഴിലാളികളൊന്നും തൊഴിലില്ലാതെ നിൽക്കില്ല എന്നുകൂടി അദ്ദേഹം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സഹതാപം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള കാര്യം കൃത്യമായി തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒരു മറുപടിയാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കുന്നതിന് തൊട്ട് മുമ്പ് എസ് ജയശങ്കർ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.